നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. ട്രോളിംഗ് നിരോധനം, പച്ചക്കറികൾക്കും മത്സ്യങ്ങൾക്കും വില വർദ്ധിച്ചു. സാധാരണ ജനങ്ങളുടെ ജീവിതമാണ് ദുരിതത്തിലായത്. പേരാമ്പ്രയിൽ നിന്നുള്ള ഒരു റിപ്പോർട്ട്. ട്രോളിംഗ് നിരോധനം വന്നതോടെ മത്സ്യങ്ങൾക്കും പച്ചക്കറികൾക്കും തീവിലയായി. ഒരാഴ്ച മുമ്പുണ്ടായിരുന്ന പച്ചക്കറികൾക്ക് ഇരട്ടി വില വരെ എത്തി. സാധാരണക്കാരുടെ ആഹാരമായ മത്തിക്ക് കിലോ 300 രൂപ വരെയായി. വില വർദ്ധിച്ചതിനാൽ പച്ചക്കറി കടകളിലും മത്സ്യ മാർക്കറ്റുകളിലും കച്ചവടം കുറവാണെന്ന് വ്യാപാരികൾ പറഞ്ഞു. പച്ചക്കറിക്ക് വില കൂടാൻ കാരണം എന്താ വെച്ചാൽ ട്രോളിംഗ് നിരോധനത്തിൻ്റെ കാരണമാണ്. അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമല്ല. തമിഴ്നാട്ടിൽ കുറേ കൃഷി നശിച്ചു മഴ കൊണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഏറ്റവും കൂടുതലായിട്ട് വില കൂടുതലുണ്ട്. പറഞ്ഞ വില അത് വരുന്നത് ദിവസം 5000 രൂപ കൂടുന്നുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. വെള്ളയ്ക്ക് വില കുറയുക ചെയ്ത് എന്നാൽ ഇത്രയൊക്കെ ഉള്ളൂ. ഈ ട്രോളിംഗ് നിരോധനം കൊണ്ട് ഈ മീൻ കിട്ടാണ്ടായി. മീൻ വിലയും ജാസ്തിയാണ്. അപ്പോൾ മീൻ ആളും കുറവാണ്. വില കൂടുതലായതുകൊണ്ട് ആളും കുറവും. മീൻ മൊത്തത്തിൽ കുറവാണ്. ഇതിപ്പോൾ തീരെ ഉണ്ടാകില്ല. ഇത് പുറത്തുള്ള മീനായിരിക്കും അധികം വരിക. വിലയില്ല. 240 കിലോ സാമ്പാർ കിലോ 240. ഇന്നലെ വരെ 300. ഇന്നിവിടെ വില കുറഞ്ഞു. ഇന്നലെ 300, 360 അല്ലാതെ 240. നാളെ ചിലപ്പോൾ കൂടും. കോഴിവിലയും കിലോയ്ക്ക് 250 രൂപയിലെത്തി. ഉണക്ക മത്സ്യമായ സ്രാവിന് 500 രൂപയും മത്തിക്ക് 400 രൂപയുമായി. തമിഴ്നാട്ടിൽ നിന്നുമാണ് പച്ചക്കറി കേരളത്തിലെത്തുന്നത്. അവിടെ മഴയും ഉൽപാദനക്കുറവുമാണ് പച്ചക്കറിക്ക് വില കൂടാൻ കാരണമെന്ന് വ്യാപാരികൾ പറഞ്ഞു. കൂടാൻ കാരണം എന്ന് പറഞ്ഞാൽ ട്രോളിംഗ് നിരോധനവും അത് അല്ലാണ്ടും പിന്നെ ഉൽപാദനക്കുറവും മഴയെല്ലാം കൂടി ആയതുകൊണ്ടാണ് ഈ വില കുറവ് കൂടെ കാരണം. അല്ലാണ്ട് വേറെ സ്വന്തം മൊത്തത്തിൽ നമ്മൾ ട്രോളിംഗ് നിരോധനം എന്ന് പറഞ്ഞുകൂടാ. മൊത്തത്തിൽ സാധനം കുറഞ്ഞുകൊണ്ടാണ് വില കൂടാൻ കാരണം. ഇപ്പം ജനങ്ങൾക്ക് വാങ്ങാൻ സാധിക്കാത്തൊരു അവസ്ഥയിലാണുള്ളത്. കാരണം പണിയില്ല, പൈസയില്ല. ആൾക്കാരിൽ കച്ചവടമൊക്കെ വളരെ അബദ്ധത്തിലാണ്. അതാണ് സ്ഥിതി. ഓക്കെ. ഇനി ട്രോളിംഗ് കഴിഞ്ഞാൽ മാത്രമേ വില കുറയൂ. ബ്യൂറോ, മീഡിയ വിഷൻ.